ഹായ് ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു പസിൽ ചെയ്ത് തുടങ്ങാം. 8 persons E, A, D, V, R, N, I and E are sitting in a linear row and facing the north. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇവിടെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളത് ഈ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ഇ ഉണ്ട്, സ്മോൾ ലെറ്റർ ഇ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. സോ നമ്മൾ ഒരു പസിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് അതൊരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺലി 3 persons സിറ്റ് ബിറ്റ്വീൻ വി ആൻഡ് ഡി ഹു സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ. അപ്പം നമ്മളോട് പറയുന്ന പോയിന്റ് എന്താണ്? ഓൺലി 3 persons സിറ്റ് ബിറ്റ്വീൻ വി ആൻഡ് ഡി. വിക്കും ഡിക്കും ഇടയിൽ 3 പേരാണുള്ളതാണ് പറയുന്നത്. ഹു സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ. അപ്പം ഡി എൻഡിലാണെന്ന് കൂടി നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എൻ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി. എൻ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി എന്ന് പറയുമ്പോൾ വിയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് ആണ് എൻ, അവരുടെ ഇടയിൽ ഒരാളാണുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഐ ഇസ് എൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എൻ. എന്നിൻ്റെ ഇമ്മീഡിയറ്റ് നൈബറാണ് ഐ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്നിൻ്റെ താഴെ തന്നെ നമുക്ക് എഴുതാം. എന്നിൻ്റെ ഇമ്മീഡിയറ്റ് നൈബറാണ് ഐ. അപ്പം ഐ ലെഫ്റ്റ് ഓർ റൈറ്റ് വരാം എൻ്റെ. സോ നെക്സ്റ്റ് പോയിന്റ്, ഓൺലി 2 persons സിറ്റ് ബിറ്റ്വീൻ ഐ ആൻഡ് ഇ. ഐക്കും ഇക്കും ഇടയിൽ എത്ര പേരാണുള്ളത്? 2 പേരാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ സെക്കൻഡ് റൈറ്റ് എന്നുള്ള റൈറ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മേ ബി ഈ ലെഫ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഈ റൈറ്റിലായിരിക്കാം. അപ്പം എന്ത് വേണമെങ്കിലും വരാം. സോ നെക്സ്റ്റ് പോയിന്റ്, ആസ് മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് ആർ ആസ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്താ പറയുന്നത്? ആസ് മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് ആർ. ഇക്കും ആറിനും ഇടയിൽ എത്ര പേരുണ്ടോ അത്ര തന്നെ ഇക്കും എക്കും ഇടയിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഇവിടെ സെൻറ്ററിൽ വരും. മേ ബി ഈ റൈറ്റ് സൈഡിൽ ആർ ഓർ എ വരാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആർ ഓർ എ വരാം. ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ലാസ്റ്റ് പോയിന്റ്, നീദർ എ നോർ ഇ സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. ഇവിടെ എഴുതാം, എ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഇ എൻഡിൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ല എന്നുള്ളത് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 8 persons, 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഇവിടെ നിന്ന് തുടങ്ങാം. ഡി ഏതോ ഒരു എൻഡിലാണെന്നാണ് പറയുന്നത്. മേ ബി ലെഫ്റ്റ് എൻഡിലായിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് എൻഡിലായിരിക്കാം. ഞാനിവിടെ ഒരു പോസിബിലിറ്റി റൈറ്റ് എൻഡിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ഡി ഒരു എൻഡിൽ കൊടുത്തു. നെക്സ്റ്റ് ഡിക്കും ബിക്കും ഇടയിൽ 3 പേരാണെന്നാണ് പറയുന്നത്. 1 2 3. അപ്പം വി ഇവിടെ വരും. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? വിയുടെ സെക്കൻഡ് റൈറ്റ് ആണ് എൻ എന്ന് പറയുന്നത്. വിയുടെ സെക്കൻഡ് റൈറ്റ് ആണ് എൻ. വിക്കും എന്നിനിടയ്ക്ക് ഒരാൾ. നെക്സ്റ്റ് പോയിന്റ്, എന്നിൻ്റെ ഇമ്മീഡിയറ്റ് നൈബറാണ് ഐ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്കും ഇക്കും ഇടയിൽ 2 പേരാണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പം അത് രണ്ടും കൂടി മെർജ് ചെയ്ത്, സോ ഈ ഒരു പോയിന്റ് നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എടുക്കുന്ന പോയിന്റ് അന്നേരം വെട്ടി ഒഴിവാക്കാം. അപ്പം എന്നിന് ഇമ്മീഡിയറ്റ് നൈബറാണ് ഐ എന്ന് പറയുന്നത്. ഐ അതുപോലെ തന്നെ ഐക്കും ഇക്കും ഇടയിൽ 2 പേരാണെന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്നിന് ഇമ്മീഡിയറ്റ് നൈബർ എന്ന് പറയുമ്പോൾ ഇവിടെ ഐ വന്നാൽ 1 2, ഇവിടെ ഇ എന്തായാലും വരില്ല. സോ എന്തായാലും ഐ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം ഐക്കും ഇക്കും ഇടയിൽ ഇവിടെ എന്തായാലും ഇ വരില്ല, ഇ ഇവിടെ വരില്ല. ഐക്കിടയിൽ 1 2 ഈ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് പോയിന്റ് എടുത്തോ? ഈ 2 പോയിന്റും കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഇക്കും ആർ എ ഇ ഇവരുടെ ഇടയിൽ ഈക്വൽ നമ്പർ ഓഫ് പീപ്പിൾ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി വരുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ്. ഒന്നുകിൽ ആർ ഇവിടെ, എ ഇവിടെ, അല്ലെങ്കിൽ എ ഇവിടെ, അല്ലെങ്കിൽ ആർ ഇവിടെ, അങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് ഒരു ഇത് കൂടി നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. എയും ഇയും എൻഡിലല്ല എന്ന് പറയുന്നുണ്ട്. സോ നമുക്കൊരു കാര്യം ഉറപ്പായി, എ ഇവിടെ അല്ല വരുന്നത്. അപ്പം എ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആറ് ഇവിടെയും വരും. ലാസ്റ്റ് വരുന്ന ഇ എൻഡിലല്ല, ഇ ഇവിടെയും വരും. സോ ഗൈസ്, വെൽക്കം ടു റിവൈൻഡ് മലയാളം.